ബാലഗോപാൽ, 2 സ്ലാബുകളിലേക്ക് തിരിച്ചുള്ള പരിഷ്കരണം നാളെ മുതൽ നടപ്പാക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ നിത്യോപയോഗ വസ്തുക്കളിൽ ഒരുപാട് വസ്തുക്കളിൽ വിലക്കുറവുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇടത്തരക്കാർക്കും വലിയ തോതിൽ ഉപകാരപ്പെടുന്നതാണ്. എങ്ങനെയാണ് ഇതിനെ പ്രധാനമന്ത്രി പ്ലേസ് ചെയ്യുന്നത്? ഒപ്പം രാജ്യത്തെ തദ്ദേശീയമായി അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരതിൻ്റെ ഒക്കെ ഒരു ചുവട് പിടിച്ചുള്ള കാര്യങ്ങൾ കൂടിയായി ഇത് കൂട്ടിയിണക്കുകയാണല്ലേ? ദിവിഷ, ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ 2 കാര്യങ്ങളിലാണ് അദ്ദേഹം ഈ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈ GST പരിഷ്കരണം, നാളെ മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന GST പരിഷ്കരണം. 2, സ്വദേശിവൽക്കരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്. ഈ 2 കാര്യങ്ങളിലായിരുന്നു പ്രധാനമന്ത്രി തൻ്റെ ഈ അഭിസംബോധനയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. GSTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത്, നാളെ സൂര്യോദയത്തോടു കൂടി രാജ്യത്ത് ഈ GSTയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചുവടുവയ്പ്പാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സമ്പാദ്യോത്സവം, അതായത് GST നടപ്പിലാക്കുമ്പോൾ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗക്കാരെ സംബന്ധിച്ചിടത്തോളമല്ല വലിയൊരു നേട്ടമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം 5% സ്ലാബിലേക്ക് ഈ 99% സാധനങ്ങളും എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിലക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. മധ്യവർഗ സമൂഹത്തിന് വലിയൊരു നേട്ടമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കാരണം നേരത്തെ ആദായ നികുതി ഘടനയിൽ വരുത്തിയ മാറ്റം അതിൽ വലിയ നേട്ടമുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കുന്നത്. നമുക്കറിയാം, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി മധ്യവർഗ സമൂഹത്തിന് ഏറ്റവും നിർണായകമായ സ്വാധീനമുള്ള ബീഹാറിന് തൊട്ടു മുന്നോടിയായി ഇത്തരമൊരു അഭിപ്രായ പ്രകടനം, അതായത് രാജ്യത്തെ മധ്യവർഗത്തിന് ലഭിക്കുന്ന ഡബിൾ ബൊണാസ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ സർക്കാരിൻ്റെ നയം ഈ ജനങ്ങളെ ദൈവത്തെ പോലെ കാണുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഈ സ്വദേശിവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന കാര്യമാണ്. കാരണം ഇൻഡോ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, വിദേശ ഉൽപ്പന്നങ്ങളല്ല, ഇന്ത്യയിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കടകളും വീടുകളും സ്വദേശി ഉൽപ്പന്നങ്ങളായി കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. GST പരിഷ്കരണം അത് ഈ സ്വദേശിവൽക്കരണത്തിന് ആക്കം കൂട്ടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ BJP ഈ 2 വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി ഉള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനൊരു തുടക്കം എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.